അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ചില ആളുകൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു തെറ്റിന്റെ പേരിൽ, ഒരു പെശകിന്റെ പേരിൽ പിന്നീട് അള്ളാഹുവിലേക്ക് മടങ്ങാനോ, നിസ്കരിക്കുക, ദിക്ർ ചൊല്ലുക, അങ്ങനെ ദീനീപരമായ കാര്യങ്ങളിൽ മുഴുകാനും ഒക്കെ വളരെ താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നത് കാണാം. പിന്നീട് ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ വരെ ഉണ്ട്. പരിശുദ്ധ ഇസ്ലാമിൽ തൗബ ചെയ്യുക എന്നുള്ള ഒരു കാര്യമുണ്ട്. ചെയ്തു പോയ ദോഷത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങുക അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു അടിമ എത്ര വലിയ തെറ്റു ചെയ്താലും, വൻ പാപങ്ങളല്ലാത്ത തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് അവന്റെ കാരുണ്യം തുറന്നു വെച്ചിരിക്കുകയാണ്. ഏത് പ്രകാരമാണെന്ന് വെച്ചാൽ, ഒരു മരുഭൂമിയിൽ ഭക്ഷണ സാധനങ്ങളുമായി മുന്നോട്ട് പോകുന്ന, ഒട്ടകവുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി, അങ്ങനെ അയാൾ ഒരു മരച്ചില്ല് അവിടെ മരുഭൂമിയിൽ വെച്ച് ഉറങ്ങിപ്പോവുകയാണ്. ഉറങ്ങി എണീറ്റപ്പോൾ ആ ഒട്ടകത്തെ കാണാനില്ല. തന്റെ ഭക്ഷണ സാധനങ്ങളൊക്കെ ആ ഒട്ടകത്തിന്റെ പുറത്താണ്. അങ്ങനെ മരുഭൂമിയിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ ഒരു സാഹചര്യത്തിൽ ആ ഒട്ടകത്തെ കാണുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന സന്തോഷം എത്ര വലുതാണ്. അതുപോലെ ഇതിലേറെ സന്തോഷമാണ് അള്ളാഹുവിലേക്ക് ഒരു അടിമ ഖേദിച്ചു മടങ്ങുക എന്ന്. അപ്പോ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഒന്ന് ഖേദിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നത് അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം അതാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. നിരാശപ്പെട്ടുകൊണ്ട് ജീവിതത്തെ നിരാശയുടെ പടുകുയിലേക്ക് എടുത്തെറിയുകയല്ല വേണ്ടത്. ശുഭപ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ലാ തഖ്നത്തുർ റഹ്മ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആ വചനം, അത് നമ്മെ ശുഭാപ്തി വിശ്വാസത്തിലേക്ക് നയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.